ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സെസ് എന്ന സൂപ്പറായ ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ്. ഇത് അമംഗ് അസിൻ്റെ ഒരു കോപ്പി ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾ അമംഗ് അസിനെക്കാട്ടും കൂടുതൽ റോൾസ് ഉണ്ടാവും ഗൈസ്. റോൾ പ്ലേയിങ് ഗെയിമാണ്. നമുക്ക് ആദ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതൊരു മാച്ചിലോട്ടേക്ക് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് വേണ്ടിക്ക് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഇതിൽ കളിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബേസായ ഒരു കോട്ടിട്ട ഒരു സ്കിന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇതിപ്പം ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ. നമ്മളൊരു ഗെയിമിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗെയിമിൽ 8 ആളേ ഉള്ളൂ. ടോട്ടൽ 10 ആളുണ്ടായാലും ഗെയിം സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും ഗെയിമാണ്. അതുവരെ നമുക്ക് ഈ കില്ലിനെ സ്വിച്ച് ആക്കിയിട്ട് ടൈം പാസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഗൈസ് 9 ആളായിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിലാകെ ഈ ഒരു ഔട്ട്ഫിറ്റ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളും സാധനങ്ങളൊന്നും ഇല്ല. ഇത് ലോക്കർ റൂമാണ് ഗൈസ്. സീലൊന്നും ഇല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ഇപ്പോൾ 9 ആളായിട്ടുണ്ട്. ഇനി ഒരാളും കൂടി ജോയിൻ ചെയ്താൽ സ്റ്റാർട്ടിങ് ടൈമർ ഓണാവും ഗൈസിന്. ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടൈമർ ഓൺ ആയിട്ടുണ്ട്. മുകളിൽ കാണിക്കുന്ന സെക്കൻഡ്സ് തീർന്നാൽ ഗെയിം തുടങ്ങും. അപ്പോൾ ഗൈസ്, നമുക്ക് ഏത് റോളാണ് കിട്ടുകയെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഇമ്പോസ്റ്റർ റോളാണ് കിട്ടിയിരിക്കുന്നത്. ഈ റോളിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവിസിബിൾ ആകാൻ പറ്റും. ഇൻവിസിബിളായിട്ട് കില്ല് ചെയ്യാം. അതാണ് ഈ റോളിൻ്റെ പവർ. അപ്പോൾ നമുക്കൊരു കൂട്ടാളിയുണ്ട്. ആ കൂട്ടാളീൻ്റെ റോൾ വന്നിട്ട് ഗോഡ് ഫാദറാണ്. അതിൻ്റെ പവേഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കില്ല് ചെയ്തിട്ട് ഇൻവിസിബിൾ ആവാം. ഞാനാദ്യം റിയാക്ടർ സാബിട്ടേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും കില്ല് ചെയ്യണം. യെസ്, നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുണ്ട്. പോയിട്ട് കില്ല് ചെയ്താൽ മതി. ആരാ പിന്നാലെ വരുന്നതെന്ന് അത് കാണുന്നില്ല. ഓക്കെ, നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട്. വെൻഡ് യൂസ് ചെയ്യാം, അതല്ല തൽക്കാലത്തേക്ക്. യെസ്, വെൻഡ് യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂട്ടാളി വേറെ ആരെയോ കൊന്നിനെന്ന് തോന്നുന്നു. ഇപ്പം ടോട്ടൽ 2 ഡെഡ് ബോഡിയായി. ഇനി നമ്മൾ ഈ മീറ്റിങ്ങിൽ നമ്മളെ സംശയം തോന്നാത്ത വിധം ഓരോന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇട്ടിട്ട് നമ്മളേത് സംശയം തോന്നുന്നത് പോലെ ആക്കാം. അപ്പോൾ ഹൂ ഈസ് ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടിടാം. ഈ മീറ്റിംഗ് കുറച്ച് ലോങ് സമയം എടുക്കും. അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നൊരു മീറ്റിംഗാണ്. എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഇമ്പോസ്റ്ററിനെ പുറത്താക്കുന്നൊരു മീറ്റിംഗാണ്. 2000 years later. അപ്പോൾ മീറ്റിംഗ് എല്ലാം ഒരു വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വോട്ട് സ്കിപ്പ് ചെയ്യുവായത്. ഒരാൾ മാത്രം നമ്മൾ മാത്രം സിഗ്നൽ കൊടുത്ത ആളെ വോട്ട് ചെയ്ത്. അപ്പോൾ ഇത് ഫുള്ള് സ്കിപ്പായതുകൊണ്ട് ആരും പുറത്തായിട്ടില്ല. നമുക്കിനി ആർക്കും ഇനി സംശയമില്ല ഈ കളി ജയിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം ഗൈസ്, ഗോഡ് ഫാദറിൻ്റെ റോള് കാണുന്നില്ല. നമ്മളെ കൂട്ടാളി ചത്തിനോന്ന് സംശയമില്ലാണ്ടില്ല. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഷെറീഫൊക്കെ ഉള്ളത്. അപ്പോൾ ഷെറീഫിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ ഇമ്പോസ്റ്ററിനെ കൊല്ലാൻ പറ്റും. അതാണ് ഷെറീഫിൻ്റെ പവർ. ഇമ്പോസ്റ്റർ ഡിസ്കവർ ആയി കഴിഞ്ഞാൽ അപ്പഴും കൊന്നാളി ഇമ്പോസ്റ്ററിനെ. കൂട്ടാളിൻ്റെ റോള് മാഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കളിയിലുണ്ട്. എന്താണെന്നറിയില്ല ശരിക്കും. ഇവിടെ പെട്രോൾ ഫില്ല് ചെയ്യുന്ന പോലെ ഡ്രാമ കളിച്ച് നിന്നിട്ട് കില്ല് ലോഡായിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് ആരെങ്കിലും പിടിക്കണം. ഇവിടെ അടുത്താരും കാണുന്നില്ല. ഇവിടെ അടുത്ത് അങ്ങനെ ആരെയും കാണുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഏരിയയിലെല്ലാം ഒന്ന് പോയി നോക്കണം. അങ്ങനെ ആരെയും കിട്ടും. ഇവിടെ ഒന്നുമില്ല. ആ ഗൈസ്, ഒരു ബ്രൗൺ പോകുന്നുണ്ട്. അവന് കില്ല് ചെയ്യാമായിരുന്നു. പക്ഷേ കുറച്ച് സ്പീഡിൽ നടന്നു പോയതുകൊണ്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇനി വേറെ ആൾക്ക് ഈ സ്റ്റോറേജ് റൂമിൽ ഇലക്ട്രിക് റൂമിൽ പോയി നോക്കേണ്ട ആവശ്യമുണ്ട്. ഇലക്ട്രിക് റൂമിലാണ് കൂടുതൽ ആൾക്കാർ ഒറ്റയ്ക്ക് ഉണ്ടാവുക. ഒരു പശു ഉണ്ട്, ഇതിൽ കൊന്നാണ്. ഓക്കെ, ഇലക്ട്രിക് റൂമിൽ ഒരുത്തനെ കൊന്ന്. നമുക്ക് പുറത്തിറങ്ങാം ഗൈസ്. ഇത് ഏത് വെൻ്റ് വഴി ഇറങ്ങും? ഒരുത്തൻ കണ്ടു. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊന്ന പശുവിൻ്റെ ഡെഡ് ബോഡീനെ. അപ്പോൾ നമ്മളെ ഫ്രണ്ടൊന്നും കൊല്ലുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ കൂടെ ഇമ്പോസ്റ്റർ റോളായ മറ്റൊരു ക്യാരക്ടർ ഉണ്ട്, കോമിക് മേയർ അങ്ങനെ എഴുതിയിട്ടൊരു ക്യാരക്ടറുണ്ട്. അത് ഓരോ ആരെയും കൊല്ലുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓരോ കളി ഇങ്ങനെ മുന്നോട്ടാക്കി പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നും ഇത് കുറേ സമയം എടുക്കുന്ന സ്പോട്ടിങ്. നമുക്കിനി കുറച്ച് സമയം കൂടി നിൽക്കേണ്ടി വരും. 2000 years later. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടാണല്ലേ. അതുകൊണ്ട് ഈ പ്രാവശ്യം ആരും പുറത്തു പോകുന്നില്ല. നമ്മളെ ഗെയിമിങ് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അടുത്ത നമുക്ക് ബ്രൗണിനെ ടാർഗറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ വന്നിട്ട് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടോ സിയറാന്ന്. അപ്പോൾ നമുക്ക് സിയറിനെയാണ് ഫസ്റ്റ് കൊല്ലേണ്ടത്. സിയർ നമുക്കൊരു വലിയ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്.
നമുക്ക് സ്കില്ല് ലോഡാവുന്ന ഒരു ഈ മൂലക്ക് കുറച്ച് സമയം നിൽക്കാം. സ്കില്ല് ഏകദേശം ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗണിനെ തപ്പണം. നമുക്ക് ബ്രൗണിനെ പോയി പിടിക്കാം. നമുക്ക് ലൈറ്റ് ഓഫ് ആയി കളയാം. ഇപ്പോൾ ഇനി എനിക്ക് മാത്രമേ ഇമ്പോസ്റ്റേഴ്സിന് മാത്രമേ കാണൂ, നോർമലായ ആൾക്കാർക്ക് കാണില്ല. ഇനി നമുക്ക് ബ്രൗണിനെ തപ്പണം. ഗൈസ് ബ്രൗൺ അവിടെ ഉണ്ട്. സ്റ്റോറേജ് റൂമിൽ ഇവിടെ എവിടെയോ പോയതാ. ഗൈസ് ബ്രൗണിനെ കാണുന്നില്ല. ഗൈസ് ആരോ എമർജൻസി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് വിളിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ചിലപ്പോൾ നമുക്ക് ജയിക്കേണ്ട സമയം വെറുതെ പോയാലും നമുക്ക് ജയിക്കാം. അപ്പോൾ അതിന് വേണ്ടി വിളിച്ചതാവാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വിടാം. കൂടുതൽ സൈലൻ്റ് ആയിട്ടൊന്നും അല്ല, നമ്മളേത് സംശയം തോന്നാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ മീറ്റിംഗ് കുറച്ച് സമയം എടുക്കും. എന്നുവെച്ചാൽ ഇത് വെറുതെ വിളിച്ച മീറ്റിംഗ് ആയതുകൊണ്ട് ഇതും ടൈം എടുക്കും. 2000 years later. അപ്പോൾ മീറ്റിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പാന്ന് ചൂസ് ചെയ്തിന്. ഇപ്പോൾ ഈ മീറ്റിംഗ് സ്കിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആരും വോട്ട് ചെയ്തിട്ട് പുറത്താവുന്നില്ല, എല്ലാവരും മരിച്ചിട്ടാണ് പുറത്താവുന്നത്. അപ്പോൾ നമുക്ക് കളി നിന്നും തുടരാനുണ്ട്. ഇനി കുറച്ച് ആൾക്കാരും കൂടി കൊന്നാൽ ഇമ്പോസ്റ്റേഴ്സ് കളി ജയിക്കും. എനിക്കൊന്ന് ഞാൻ MVP ആവുന്ന നമുക്ക് നോക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും കില്ല് ലോഡാവുന്നവരെ ഒരു സൈഡിൽ മൂലക്ക് നിൽക്കേണ്ടി വരും. എന്നാലും സംശയം തോന്നെടുക്കും. ഈ പെട്രോൾ നിറയ്ക്കുന്ന പോലെ ഇതിൻ്റെ അടുത്ത് നിൽക്കാം. എല്ലാവരും ടാസ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുക. ഞാനും ടാസ്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. നമുക്ക് വീണ്ടും പവർ കട്ട് ചെയ്യാം. ലൈറ്റ് വീണ്ടും ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാത്രമേ കാണൂ. പക്ഷേ റെഡിനെ കൊല്ലായിരുന്നു. പക്ഷേ ബ്രൗൺ അപ്പഴും പിന്നാലെ വന്ന്. ബ്രൗണാണ് നമ്മളടുത്ത ടാർഗറ്റ്. ബ്രൗണിനെ ഒറ്റക്ക് കിട്ടിയാലേ കൊല്ലാൻ പറ്റൂ. എല്ലാവരും മുമ്പ് വന്നാൽ പെടും. നമുക്ക് ആരോ ലൈറ്റ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കൊല്ലണോ? നമുക്ക് ഓറഞ്ചിനെ കൊന്നാലോ? ഇല്ലെങ്കിൽ വേണ്ട. റെഡ് ഉണ്ട്. നമ്മൾ പിന്നാലെ തന്നെ വരുന്നതാണ്. നമുക്ക് ഇവിടെ അടുത്ത് നിൽക്കാനിട്ട് കൊല്ലാം. ഓക്കെ, അവൻ മരിച്ചിട്ടുണ്ട്. ഞാൻ ഇൻവിസിബിളായി. നമുക്ക് ഇനി മെൻറ്റാലിറ്റി യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടണം. ഇൻവിസിബിൾ ആയതുകൊണ്ടാണ് പ്രശ്നമില്ല. ഓക്കെ, എൻ്റെ ഇൻവിസിബിളിൻ്റെ ചാർജ് തീർന്നു. ഗൈസ് അപ്പോൾ ആരോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മീറ്റിംഗ് ഉണ്ട്. നമ്മളെ ഫ്രണ്ടിൻ്റെ റോള് കാണുന്നില്ല ഗൈസ്. നമ്മളെ കൂട്ടാളിൻ്റെ ഫ്രണ്ട് എന്നല്ല, എനിക്ക് ആരാന്ന് പോലും അറിയില്ല. നമ്മളെ കൂട്ടാളിൻ്റെ റോള് കാണുന്നില്ല. ഓന് ഇമ്പോസ്റ്ററാണ്. പക്ഷെ അവൻ്റെ പ്ലെയറിനെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ മീറ്റിംഗ് കുറേ സമയം എടുക്കും. നമുക്ക് തൽക്കാലത്തേക്ക് സ്കിപ്പ് കൊടുക്കാം. എല്ലാവരും ഇപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. 2000 years later. അപ്പോൾ ഗൈസ് മീറ്റിങ്ങിൻ്റെ ഒടുവിൽ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടുള്ള നമ്മളെ മേത്ത് ഒരു പ്രശ്നവും കാണുന്നില്ല. അപ്പോൾ നമുക്ക് വോട്ടർ സ്കിപ്പിഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കളി മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാരും കൂടി കൊന്നാൽ നമ്മൾ ജയിക്കും. ബ്രൗണ് സിയറാണ് ഗൈസ്. അതുകൊണ്ട് ബ്രൗണ് വേറെ ഉള്ള റോള് റിവീൽ ചെയ്ത പ്രശ്നമാണ്. നമുക്ക് വീണ്ടും പവർ കട്ട് ചെയ്യാം, അതാണ് നല്ലത്. നമുക്ക് ബ്രൗണിനെ എങ്ങനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കണം ഗൈസ്. എന്നാലും അവനെ കൊല്ലാൻ പറ്റൂ. അവനെ എൻജിനിൽ നമ്മൾ ലോക്ക് ചെയ്ത് വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. കില്ല് ലോഡാകാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. ഓക്കെ, കില്ല് ലോഡായിട്ടുണ്ട്. ഇതാണ് ബ്രൗണിനെ കൊല്ലാൻ പറ്റിയ ചാൻസ്. അപ്പോൾ ബ്രൗൺ ഓടുന്ന അയ്യോ വാതിൽ പറഞ്ഞേ. ഗൈസ് ബ്രൗണിനെ ഓറഞ്ചിന് മുമ്പിൽ നിന്ന് കൊന്ന്. പക്ഷേ ഓനേന് ലാസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് നമ്മളെ കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ MVP ആവുകയും ചെയ്ത്. ഗൈസ് നമ്മളെ റോള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഗെയിമിൻ്റെ MVP ആയിട്ടുണ്ട്. അപ്പോൾ ഈ കളി ഒരു നല്ല കളിയായിരുന്നു. ഇമ്പോസ്റ്റർ വിക്ടറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം ജയിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങളെ അടുത്ത ഗെയിമിങ്ങിൽ കാണാം. ഓക്കെ, ബൈ.